സുഖമായി മല ചവിട്ടി മടങ്ങാൻ ഭക്തർക്ക് അവസരം ഉണ്ടാക്കുന്ന തരത്തിൽ ഇത്തവണ എന്തൊക്കെ വ്യത്യസ്തമായ ക്രമീകരണങ്ങൾ അവിടെ ഏർപ്പെടുത്തുന്നുണ്ട്? രതീഷ്, ഇന്നലെ വൈകിട്ട് സന്നിധാനത്തേക്ക് എത്തിയ സമയത്ത് സാധാരണ മണ്ഡലകാലത്തുണ്ടാകുന്ന ഒരു പ്രതീതിയല്ല, ഒരു ലുക്കല്ല ഇവിടെ ഉള്ളത്. കാര്യം കുറേയേറെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാര്യം ഭക്തന്മാർക്ക് വന്ന് തമ്പടിക്കാൻ വേണ്ടിയുള്ള, വിരിവെക്കാൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ, അതുപോലെ തന്നെ അവർക്ക് സുഖകരമായി ദർശനം നടത്താൻ വേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ തന്നെ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. മുൻ വർഷങ്ങളിൽ സാധാരണ നമ്മൾ ഡ്യൂട്ടിക്കായി വരുന്ന സമയത്ത് ആ സമയത്ത് പെയിൻ്റ് അടിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. എന്നാൽ പല സ്ഥലങ്ങളിലും ഈ ശബരി ഗസ്റ്റ് ഹൗസ് അടക്കമുള്ള പല ഡോർമെറ്ററികളെല്ലാം തന്നെ നേരത്തെ ക്രമീകരിച്ച് അവിടെ വൃത്തിയാക്കി ഭക്തന്മാർക്ക് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൂടുതലായി ഭക്തന്മാർ തുടക്കം മുതൽ എത്തുമെന്ന് ദേവസ്വം ബോർഡിന് അറിയാമായിരിക്കണം. അതുകൊണ്ടാണ് ഈ ക്രമീകരണങ്ങളൊക്കെ ഏർപ്പെടുത്തിയത്. രണ്ടാമത് എടുത്ത് പറയേണ്ടത് പോലീസ് അയ്യപ്പന്മാരുടെ ഒരു വിന്യാസമാണ്. പോലീസ് അയ്യപ്പന്മാരെ വിന്യസിക്കാൻ വേണ്ടി ഇവിടെ ADGP ശ്രീജിത്ത് അടക്കമുള്ള ആൾക്കാർ 2-3 ദിവസമായി ഇവിടെ ക്യാമ്പ് ചെയ്യുകയാണ്. സന്നിധാന SO SP ബൈജു അടക്കമുള്ള ആൾക്കാർ ഇന്നലെ മുതൽ തന്നെ ഇവിടെ എത്തി കാര്യങ്ങൾ ക്രമീകരിക്കുന്നു. കാര്യം വിവിധ സ്ഥലങ്ങളിൽ സന്നിധാനമായാലും മരക്കൂട്ടമായാലും പമ്പയിലേക്ക് പോയാലും നിലയ്ക്കലായാലും ആ സ്ഥലങ്ങളിലൊക്കെ തന്നെ ഒരു കാരണവശാലും തിക്കും തിരക്കും ഉണ്ടാകരുത്. അതുണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങളൊക്കെ തന്നെ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. മുൻ വർഷങ്ങളിൽ ജോലി ചെയ്ത് ഇവിടെ കൃത്യമായി ജോലി എക്സ്പീരിയൻസ് ഉള്ള അയ്യപ്പന്മാരെയാണ്, പോലീസ് അയ്യപ്പന്മാരെയാണ് ഇവിടേക്ക് തുടക്കത്തിൽ നിയോഗിച്ചിരിക്കുന്നത്. കാര്യം തുടക്ക സമയത്ത് ഒരു ഭക്തന്മാർക്കും ഒരു പ്രശ്നം ഉണ്ടാകരുത്. കാര്യം വലിയൊരു ഭക്തന്മാരുടെ നിര ഇവിടേക്ക് എത്തും. 70,000 പേരെന്ന് പറഞ്ഞാൽ ശബരിമല പോലെയുള്ള ഒരു സ്ഥലത്ത് പൂർണ്ണമായി ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു ആൾക്കാരുടെ എണ്ണമല്ല, ഭക്തന്മാരുടെ എണ്ണമല്ല. അതുകൊണ്ട് തന്നെ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവരുത്. ചില സമയങ്ങളിലൊക്കെ പോലീസുകാരും ഭക്തരും തമ്മിലൊക്കെ ഒരു വാക്കുതർക്കോ അല്ലെങ്കിൽ ഒന്നും തലവൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങളൊക്കെ തന്നെ ഏർപ്പെടുത്തിയിരിക്കുന്നു. ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്ത്, അതുപോലെ തന്നെ അഡ്വക്കേറ്റ് അജികുമാർ അടക്കമുള്ള ആൾക്കാരായാലും നേരത്തെ തന്നെ ഓരോ ദിവസങ്ങളിലും ഇവിടെ എത്തി അവിടുത്തെ വേണ്ട ക്രമീകരണങ്ങളൊക്കെ നടത്തിയിരുന്നു. ദേവസ്വം മന്ത്രി അതിൻ്റെ മേൽനോട്ടം വഹിച്ചിരുന്നു. എടുത്തു പറയേണ്ടത് ഈ നിലവിലെ ഒരു സാഹചര്യത്തിൽ വളരെ സുഖകരമായിട്ടുള്ള ഒരു അന്തരീക്ഷം തന്നെ സന്നിധാനത്തുണ്ട്. ചെറിയ മഴയുണ്ട്. എന്നാൽ ഇന്നലെ വൈകിട്ടത്തിന് സമാനമായിട്ടുള്ള മഴയില്ല. നാളെ നേരം പുലരുമ്പോൾ 3 മണിയാകുമ്പോഴേക്കും ഈ 18 മലകൾക്കും അപ്പുറത്ത് നിന്ന് സ്വാമിയെ ശരണമയ്യപ്പ എന്നുള്ള ശരണമന്ത്രങ്ങൾ മുഴങ്ങുന്ന ഒരു സാഹചര്യം നമുക്ക് കേൾക്കാൻ സാധിക്കും. എല്ലാ വൃശ്ചികോത്സവങ്ങളിലും എല്ലാ വൃശ്ചിക മാസത്തിലും പുലരിയിലും ഇത് തന്നെയാണ് അവസ്ഥ. അതിന് സമാനമായ അന്തരീക്ഷം നമുക്കിപ്പോൾ കണ്ടില്ലേ. ഈ ഓരോ ഭക്തന്മാരും ഇവിടെ തമ്പടിച്ച് കാത്തു നിൽക്കുന്ന ഒരു കാഴ്ചയാണ്. ഈ മുൻവർഷങ്ങളിൽ നിന്ന് അപേക്ഷിച്ച് ഭക്തന്മാർക്ക് മഴ കൊള്ളാതിരിക്കാൻ ആ ഫ്ലൈ ഓവറിൻ്റെ കുറച്ച് ഭാഗം കൂടി ഒരു ഷീറ്റൊക്കെ ഇട്ട് ഒരു മഴ കൊള്ളാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ച് ഭാഗത്ത് മാത്രം മഴ പെയ്താൽ കുറച്ച് ഭാഗത്ത് മാത്രം നിന്ന് മഴ നനഞ്ഞാൽ മതി. പക്ഷേ മഴയായാലും വെയിലായാലും ചൂടായാലും തണുപ്പായാലും ഒന്നും ഇവർക്കൊരു പ്രശ്നമല്ല, ഭക്തന്മാർക്കൊരു പ്രശ്നമല്ല. അവരുടെയൊക്കെ ലക്ഷ്യം അയ്യപ്പനെ കാണുക എന്നുള്ള ഒരു ഒറ്റ ലക്ഷ്യം മാത്രമാണ്. സ്വാമിയെ ശരണമയ്യപ്പ എന്ന് ശരണം വിളിച്ചുകൊണ്ട് മണിക്കൂറുകൾ ക്യൂ നിന്നാലും അവർക്കൊരു പ്രശ്നമില്ലാത്ത ആൾക്കാരാണ്. അവരൊക്കെ അവരുടെ ഉള്ളിൽ അയ്യപ്പനുള്ള ഭക്തിയാണ്. കൊച്ചു മാളികപ്പുറങ്ങളുണ്ട്, കന്നി അയ്യപ്പന്മാരൊക്കെ ഉണ്ട്. തിക്കും തിരക്കും ഒക്കെ തന്നെയുണ്ട്. നമുക്ക് കാണാൻ സാധിക്കും. അന്യസംസ്ഥാനത്തു നിന്നുള്ള അയ്യപ്പന്മാരാണ്, കുഞ്ഞയ്യപ്പന്മാരാണ്. കന്നി അയ്യപ്പനാ? കന്നിസ്വാമി. ആന്ധ്രാവാ? എവിടെ ക്ലാസ്? ഇതൊക്കെ സ്വാമി ഇപ്പൊ കിടക്കും. കന്നിസ്വാമിയാ? രതീഷ്, കുഞ്ഞു മാളികപ്പുറങ്ങളുണ്ട്, കന്യാസ്വാമിമാരുണ്ട്. അവരൊക്കെ തന്നെ തിക്കും തിരക്കുവാണെങ്കിൽ പോലും അവരെയൊക്കെ നിയന്ത്രിക്കുന്ന പോലീസ് അയ്യപ്പന്മാരുണ്ട്. അവരൊക്കെ തന്നെ നേരത്തെ തന്നെ എത്തി അവർക്ക് വേണ്ടിയുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുതന്നെയായാലും ഇവിടെ എത്തുന്ന ഭക്തന്മാർക്ക് യാതൊരു തരത്തിലുള്ളൊരു ബുദ്ധിമുട്ടും ഉണ്ടാവാത്ത രീതിയിലുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. നാളെ രാവിലെ അരുൺകുമാർ നമ്പൂതിരിയാണ് ശ്രീകോവിൽ നട തുറക്കുന്നത്. ആ സമയത്ത് ഒട്ടേറെ ഭക്തന്മാർ ഇപ്പോൾ തന്നെ പമ്പയിലേക്ക് കൂടുതലായി ഭക്തന്മാർ എത്തുന്നുണ്ട്. പമ്പയിൽ ചെറുവാഹനങ്ങൾക്ക് മുൻവർഷങ്ങൾക്ക് കോവിഡിന് ശേഷം ചെറുവാഹനങ്ങൾക്ക് പമ്പയിൽ ഒരു വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ, ഹിൽ ടോപ്പിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സംവിധാനമുണ്ട്. നിലയ്ക്കലിൽ തന്നെ 10,000-ഓളം വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള ക്രമീകരണങ്ങളുണ്ട്. ആ ക്രമീകരണങ്ങളൊക്കെ തന്നെ കൃത്യമായി പാലിച്ചാൽ ഒരു സംശയവും വേണ്ട, സുഖകരമായിട്ടുള്ള മണികണ്ഠ ദർശനം ഇക്കുറി സാധ്യമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇവിടെ 80,000 പേർക്ക് ദർശനം ഒരു ദിവസം എന്ന തരത്തിലാണല്ലോ ഏറ്റവും ഒടുവിൽ കാര്യങ്ങൾ വന്നിരിക്കുന്നത്. ദേവസ്വം പ്രസിഡന്റ് ഉൾപ്പെടെ പറയുന്നുണ്ടായിരുന്നു 70,000 പേര് ഈ ഓൺലൈൻ ബുക്കിംഗായി എത്തുന്നു, വെർച്വൽ ക്യൂ വഴി എത്തുന്നു. ബാക്കി 10,000 പേര് സ്പോട്ട് ബുക്കിംഗ് എന്ന നിലയിൽ വരുന്നു. ഈ സ്പോട്ട് ബുക്കിങ്ങിനുള്ള ക്രമീകരണങ്ങൾ എവിടെയൊക്കെ ഉണ്ട്? ഇപ്പോൾ വെർച്വൽ ക്യൂ ബുക്ക് ചെയ്യാതെ എത്തുന്ന ആളുകളുമൊക്കെ നിരവധിയാണല്ലോ, എല്ലാ വർഷവും നമ്മൾ കാണുന്നതാണ്. സ്പോട്ട് ബുക്കിങ്ങിന് ഇവിടെ പമ്പ ഗണപതിക്ക് മുന്നിൽ വലിയ തിരക്കൊക്കെ കാണാറുമുണ്ട്. അപ്പോൾ ആ ക്രമീകരണങ്ങളൊക്കെ എങ്ങനെയാണ്? ഇപ്പോൾ കൂടുതൽ ആളുകൾ വരികയാണെങ്കിൽ അവർക്ക് ഏത് സമയത്തേക്ക് ദർശനത്തിനായി എത്താൻ കഴിയും? അത്തരം വിവരങ്ങൾ എങ്ങനെയാണ്? മാത്രമല്ല ഈ KSRTCയുടെ സർവീസ് ഉണ്ടല്ലോ, ഇപ്പോൾ നിലയ്ക്കൽ നിന്ന് പമ്പയിലേക്ക് എത്തേണ്ടത് ഏത് തരത്തിലാണ്? സ്വകാര്യ വാഹനത്തിൽ വരികയാണെങ്കിൽ എങ്ങനെയാണ്? അത്തരം ക്രമീകരണങ്ങൾ എന്തെങ്കിലും മാറ്റമുണ്ടോ കണ്ണൻ?
രതീഷ്, മുൻ വർഷങ്ങളിൽ സമാനമായി തന്നെയാണ് ഇത്തവണയും സ്പോട്ട് ബുക്കിംഗ് ഉള്ളത്. കാര്യം അയ്യപ്പ ഇടത്താവളങ്ങളുണ്ട്, അത് പന്തളമുണ്ട്, കൊട്ടാരക്കരയുണ്ട്, മറ്റ് ക്ഷേത്രങ്ങളുണ്ട്, അതുപോലെ തന്നെ നിലയ്ക്കലുണ്ട്, എരുമേലി തുടങ്ങിയ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അവിടങ്ങളൊക്കെ തന്നെയാണ് നേരത്തെ സ്പോട്ട് ബുക്കിംഗ് ഉണ്ടായിരുന്നത്. ഈ സ്ഥലങ്ങളിലെല്ലാം തന്നെ ഇക്കുറി സ്പോട്ട് ബുക്കിംഗ് ഉണ്ട്. അതുപോലെ തന്നെ KSRTC ഒട്ടേറെ വാഹനങ്ങൾ ഇവിടെ കഴിഞ്ഞ ദിവസത്തിന് സമാനമായി ഒട്ടേറെ വാഹനങ്ങൾ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. KSRTC പൂർണ്ണമായി സജ്ജമായിട്ടുണ്ട്. ഇവിടെ സ്പോട്ട് ബുക്കിങ്ങിന് വരികയാണെങ്കിൽ അയ്യപ്പന്മാർ കരുതേണ്ട ഒറ്റ കാര്യമാണ് അവരുടെ ആധാർ കാർഡ് ഉറപ്പായിട്ടും കരുതിയിരിക്കണം. അല്ലാത്ത പക്ഷം സ്പോട്ട് ബുക്കിംഗ് സാധ്യമാവുകയില്ല. കാര്യം ആധാർ കാർഡിലെ നമ്പറും ബാക്കിയുള്ള ക്രമീകരണങ്ങളും അതിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഫോൺ നമ്പറും എൻ്റർ ചെയ്യുമ്പോൾ ഒരു OTP ലഭിക്കുന്ന ആ OTP അടിസ്ഥാനത്തിലാണ് അവിടെ സ്പോട്ട് ബുക്കിംഗ് നടത്തുന്നത്. അതിനുവേണ്ടി ഉള്ള ഒരു ആധാർ കാർഡ് എല്ലാ ആൾക്കാരും കരുതിയിരിക്കണം, ഭക്തന്മാരെല്ലാം കരുതിയിരിക്കണം. അങ്ങനെ എത്തുന്ന എല്ലാവർക്കും നേരത്തെ 70,000 വെർച്വൽ ക്യൂ എന്ന് പറഞ്ഞു. അതിനുശേഷം സ്പോട്ട് ബുക്കിംഗ് 10,000 എന്ന് പറഞ്ഞു. 10,000 അല്ല, 10,000 ഇനി ഏത് ഭക്തന്മാരെത്തിയാലും അവർക്ക് പരമാവധി ദർശനം ഉറപ്പാക്കും. ഒരു ഭക്തന്മാരും അയ്യപ്പനെ കാണാൻ വന്നിട്ട് ഇവിടെ നിന്ന് അയ്യപ്പനെ കാണാതെ മടങ്ങി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കരുത് എന്നുള്ളതാണ് ദേവസ്വം ബോർഡിന്റെ തീരുമാനം. അതുതന്നെയാണ് അല്പസമയം മുമ്പ് ADGP ശ്രീജിത്തുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹവും പറഞ്ഞത്. കേരള പോലീസ് പൂർണ്ണമായും തയ്യാറാണ്. അതിനുവേണ്ടിയുള്ള ഒരു ക്രമീകരണങ്ങൾ അവർ പറയുന്ന കാര്യങ്ങളൊന്ന് കേട്ട് അല്പം ശബരിമലയിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് മറ്റു ക്ഷേത്രങ്ങളിൽ പോകുന്ന പോലെ സുഗമമായി മല കയറാനുള്ള സംവിധാനം, അതിന്റെയൊക്കെ ഭാഗമായാണ് 70,000 എന്ന സംഖ്യയെ വെർച്വൽ ക്യൂ നിജപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തും ഒപ്പം അവിടെ ചുമതലയുള്ള ADGP ശ്രീത്തും ഒക്കെ വിശദീകരിക്കുന്നത്.